വിഷയം മാത്രം ചർച്ച ശരി ചെയ്യുന്നത്. ശരി റിജിൽ മാക്കുറ്റി, ഈ വാദമാണ് തെരഞ്ഞെടുപ്പിൽ CPM ഉയർത്താനിരിക്കുന്നത്. അത് അതിശക്തമായ വാദമാണെന്ന് CPM വിശ്വസിക്കുകയും ചെയ്യുന്നു. മറുപടി ചുരുക്കി. അല്ല, CPM-നെ സംബന്ധിച്ച് അന്യന്റെ ശബ്ദത്തെ ചന്ദ്രശേഖരൻ മാത്രമാണോ റിജിൽ പറഞ്ഞോളൂ. ശ്രീമതി സ്മൃതി, ഹലോ, മനുഷ്യനാകണം എന്ന് പാടിയത് നിങ്ങളാണ്. അങ്ങനെ പാടുന്ന പാട്ട് പാടിയവരാണ് ഈ 51, 41 വെട്ടുവെട്ടി കൊല്ലുന്നത്. ഈ പ്രതികൾക്ക് എല്ലാവിധ സംരക്ഷണം കൊടുത്ത് ബിൽക്കീസ് ബാനുവിന്റെ കേസിനകത്ത് ശിക്ഷിക്കപ്പെട്ട പ്രതികളെ എങ്ങനെയാണോ അധികാരമില്ലാതെ കോടതി അവരെ കുറ്റമുക്തമാക്കിയത്, അതിന്റെ മറ്റൊരു പതിപ്പായിരുന്നു TP കേസിലെ പ്രതികൾക്ക് കൊടുത്ത പരോളുകൾ. ആ പരോളുകൾ മുഴുവൻ അധികാരം ഉപയോഗിച്ചുകൊണ്ടാണ് ആ പ്രതികൾ ഈ ഭൂരിഭാഗവും ജയിലിന് പുറത്ത് കിടന്നത്. നമുക്കറിയാം. TP മാത്രമാണോ കൊല്ലപ്പെട്ടത് ചോദിക്കുമ്പോൾ ആ TP കൊല്ലപ്പെട്ടപ്പോൾ കുലംകുത്തി എന്ന് പറഞ്ഞ നികൃഷ്ട മനസ്സിന്റെ ഉടമയാണ് ഇന്ന് കേരളത്തിലെ മുഖ്യമന്ത്രി. അതുകൊണ്ട് TP എത്രത്തോളം വെറുക്കുന്നുവെന്ന് ഈ പാർട്ടിയുടെ നേതൃത്വത്തിന്റെ വാക്കിൽ നിന്ന് തന്നെ നമ്മുടെ മുമ്പിലുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ആലോചിച്ച് ഉറപ്പിച്ച് ഈ കൊലപാതകം നടത്തിയത്. ആ കൊലപാതകം നടത്തിയ നിങ്ങൾ തന്നെയാണ് ഈ പ്രതികൾക്ക് എല്ലാവിധ സംരക്ഷണവും കൊടുത്ത് മുമ്പോട്ട് പോകുന്നത്. നിങ്ങൾ എവിടെയാണ് ഈ പ്രതികളെ ഒളിപ്പിച്ചത്? ശ്രീമതി സ്മൃതി പറഞ്ഞല്ലോ, മുടക്കോഴി മല, പ്രകാശമാർക്ക് അറിയാലോ, അവിടെ മറ്റു ആളുകൾ കടന്നു പോകാൻ പറ്റുമോ? ആ മുടക്കോഴി മലയിൽ ഒളിപ്പിച്ചതാരാ? നിങ്ങളുടെ പാർട്ടിയല്ലേ, നിങ്ങളുടെ നേതാക്കന്മാരല്ലേ? അവിടെയല്ലേ പോയി പിടിച്ചുകൊണ്ടുവന്നത്? ഈ കൊടിസുനിയും ഗിർമാണി മനോജിനെയും ഈ രജീഷ് ഉൾപ്പെടെയുള്ള കൊലയാളി സംഘങ്ങളെ ഒളിപ്പിക്കാൻ നേതൃത്വം കൊടുത്തത് നിങ്ങൾ ഉൾപ്പെടെയുള്ള പാർട്ടി നേതൃത്വമല്ലേ? നിങ്ങൾക്ക് നിഷേധിക്കാൻ പറ്റുമോ? നിങ്ങളുടെ പിന്തുണയില്ലാതെ അവർക്ക് അവിടെ ഒളിവിൽ കഴിയാൻ സാധിക്കുമോ? അപ്പൊ ആലോചിച്ച് ഉറപ്പിച്ച് കൊന്നതിന് ശേഷം ഞങ്ങൾക്ക് പങ്കില്ല എന്ന് പറയുമ്പോൾ, പിടിക്കപ്പെട്ടതിന് ശേഷം പങ്കില്ല എന്ന് പറയുമ്പോൾ, കുഞ്ഞനന്ദൻ ഏരിയ സെക്രട്ടറിയാണ്. ആ കുഞ്ഞനന്ദൻ എങ്ങനെയാണ് ആ കൊലപാതകത്തിൽ പങ്കെടുത്തത്? ആ കുഞ്ഞനന്ദൻ എങ്ങനെയാണ് TP ചന്ദ്രശേഖരനുമായിട്ടുള്ള വിരോധം ഉണ്ടായത്? നിങ്ങൾ തീരുമാനിച്ചതിന്റെ അടിസ്ഥാനത്തിൽ അയാളെ നിങ്ങൾ തീരുമാനിച്ചു ചന്ദ്രശേഖരനെ കൊല്ലാൻ. അതിനുള്ള ഗ്രൗണ്ട് ഒരുക്കി. മാസ്റ്റർ ബ്രെയിൻ ആണ് ഈ കുഞ്ഞനന്ദൻ. ആ കുഞ്ഞനന്ദൻ കൊല്ലപ്പെട്ടു. ആ കുഞ്ഞനന്ദൻ ജയിലിൽ നിന്ന് ചത്തു. ആ ചത്തപ്പോൾ അയാൾക്ക് കൊടുത്ത സ്വീകരണം, അയാളുടെ മരണാനന്തര ചടങ്ങ് നിങ്ങൾ നടത്തിയത്, നിങ്ങൾ ഏത് രൂപത്തിലാണ് ഒരു ക്രിമിനലിനോട് നിങ്ങൾ ഏത് രൂപത്തിലാണ് പെരുമാറിയത്? ഇതൊക്കെ കേരളത്തിലെ ജനങ്ങൾ കണ്ടിട്ടുണ്ട്, വടകരയിലെ ജനങ്ങൾ കണ്ടിട്ടുണ്ട്. ഇത് കൃത്യമായി അടുത്ത തെരഞ്ഞെടുപ്പിനകത്ത് കൃത്യമായി ശ്രീമതി സ്മൃതി അവിടെ പ്രതിഫലിക്കുമെന്ന് സംബന്ധിച്ച് തർക്കമില്ല. CPM-നെ സംബന്ധിച്ചിടത്തോളം ഇതിന് മറുപടി പറഞ്ഞുകൊണ്ടേ അവരുടെ രാഷ്ട്രീയം ഈ എക്കാലം അത്രയും അവർക്ക് മറുപടി പറയേണ്ടി വരുമെന്ന് സംബന്ധിച്ച് ഒരു തർക്കമില്ല. TP കൊലപാതകം, CPM ഒരുപാട് കൊലപാതകം നടന്നെങ്കിലും ഈ കൊലപാതകം അവരെ എന്നും വേട്ടയാടും. ഇനിയും ഈ കേസ് മുന്നോട്ട് പോയാൽ ഈ മോഹൻ ഉൾപ്പെടെയുള്ള ഗൂഢാലോചന കേസിനകത്ത് പ്രതിയായ മോഹൻ ഉൾപ്പെടെയുള്ള ആളുകൾ ശിക്ഷിക്കപ്പെടുമെന്ന് തന്നെയാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.